ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണ് സുഹൃത്തുക്കളെ ആ ഒരു വലിയ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ എല്ലാവരും പോയി സ്കിപ്പ് അടിച്ചിട്ട് അങ്ങ് പോയി വണ്ടി ഏതെന്ന് നോക്കരുത്. അപ്പോൾ ഇതൊക്കെ എല്ലാ വീഡിയോയും കാണുക ഇല്ലേ ഇതിലെ ഇല്ലേ? ആദ്യം ഏത് വണ്ടിയാണെന്ന് പിന്നെ അത് വഴി ഇങ്ങനെ സസ്പെൻസ് ആയിട്ട് വരുന്നില്ല എൻ്റെ രസം. അതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് അടിച്ച് പോരുത്, ഫുള്ള് വീഡിയോ കാണണം. സുഹൃത്ത് നമ്മളെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇന്ന് കാർ ഡെലിവറി എടുക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇന്ന് കുറച്ച് എക്സിക്യൂട്ടീവ് ആവാന്ന് വിചാരിച്ചു. അമ്പൂട്ടന് പക്ഷെ നമ്മൾ അതേ കളർ കിട്ടിയില്ല, എന്നാലും മാച്ചിങ് ആണ്. ഇറ്റ്സ് ഓക്കെ. ഇതേപോലത്തെ ഷർട്ട് തിരക്കി കുറെ കടയിൽ നടക്കും. പക്ഷെ ഒരു വയസ്സ് അവന് ഇട്ടപ്പോ അവന് പാവാട പാന്റിന്റെ ജെട്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു അവൻ ഇതിലങ്ങ് ഒതുക്കാന്ന്. ഇത് കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഗൈസ്, അപ്പം സോ ഹാപ്പി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇന്നലെ രാത്രി മൊത്തം എന്റെ വണ്ടി ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് വണ്ടിയാണെന്നൊക്കെ അങ്ങോട്ട് വഴിയെ പോവാം. നമ്മൾ സത്യം പറഞ്ഞ് ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം മൃദുലയുടെ കുറച്ച് ഈ രാഹു കേതു നല്ല ദിവസമൊക്കെ നോക്കിയപ്പം അത് പിന്നെ നമ്മൾ കുറച്ച് 2-3 ദിവസത്തേക്ക് നീട്ടി വെച്ചു. അങ്ങനെയാണ് മൃദുല ഈ ദിവസം ഫിക്സ് ചെയ്തത്. അല്ല പിന്നെ അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തവും മഴയും കാറ്റും പൊടിയും. അപ്പം ഞാൻ മൃദുലത് പറയുകയും ചെയ്തു, മൃദുല നമ്മളെ വണ്ടി ആ ഗോഡൌണിൽ പൊടിയും പിടിച്ച് മഴയും പിടിച്ച് ഇങ്ങനെ കിടക്കുക. അത് എനിക്കെന്ത് ഭയങ്കര അത്രയ്ക്ക് ഞാൻ എല്ലാവരുടെയും പർപ്പസ് എന്ന് പറയുന്നത് വണ്ടി അവിടെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ പോകണം. അതാണ് എല്ലാവരുടെയും പ്രയോറിറ്റി. അതാണ് ഒരു വണ്ടി എന്നുള്ള ബേസിക് രീതിയിൽ എല്ലാവർക്കും ആവശ്യം. പക്ഷെ അതിനപ്പുറം ഇതെൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പം ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ നമ്മളെ ഷോറൂമിലോട്ട് പോവാം. നമ്മൾ കഴക്കൂട്ടത്തുള്ള നിപ്പോണി എന്നാണ് വണ്ടി എടുക്കുന്നത്. അവിടെ എല്ലാം സെറ്റാണെന്നാണ് തോന്നുന്നത്. അപ്പം രാവിലെ ചെല്ലാൻ പറഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് ലേറ്റാണ്. അമ്പൂടനെ കുളിപ്പിക്കുന്ന തിരക്കിലായിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കാർ ഡെലിവറി വീഡിയോ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്തു. നമ്മുടെ ഫാമിലിയിലോട്ട് ഒരു അംഗവും കൂടി വരാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു അംഗത്തെ നമ്മൾ ഇവിടെ ഇടും. ഇവിടെ ഇട്ടിട്ട് റൂഫ് അങ്ങോട്ട് നീട്ടണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി വെയിലടിക്കും. ഇപ്പം തന്നെ ഈ വണ്ടിയിൽ വെയിലടിക്കുന്നത്. അപ്പം കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വണ്ടി ഇത് ഇവിടെ ഇടണം. അപ്പം ഇവിടെ ഒരു കാർ പോർച്ച് അടിക്കണം. അങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ ലെറ്റ്സ് ഗോ. പോണ്ടേ, നമുക്ക് പുതിയ വണ്ടി എടുക്കാൻ പോണ്ടേ? അയ്യോ, നീ ഒരു വയസ്സാവുന്നതിന് മുമ്പ് അടുത്ത വണ്ടി വരുവാ. എന്നാ ലക്കിയാ നീ. അപ്പൊ എല്ലായിടത്തും ഹായ് പറഞ്ഞാൽ തുടങ്ങാൻ പോവാ നമുക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്, വി ഗോട്ട് ടു ബൈ എ ന്യൂ കാർ. നിങ്ങൾ വിചാരിച്ച് ഈ വീഡിയോ ആരാണ് എടുത്തു തന്നേന്ന്? നമ്മളെ മോ ഇവിടെ വന്നിട്ടുണ്ട്, ജിത്തു. എന്നെ ആദ്യമായിട്ടോ ഇത്രയോ വലിയൊരാള് കൊച്ചച്ചാന്ന് വിളിക്കുന്നത്. ഞാൻ എന്റെ കൊച്ചച്ചനാട്ടോ. ഇത് കുഞ്ഞമ്മയും കൊച്ചച്ചനും. നമ്മള് സ്പെഷ്യൽ ഈവന്റിന് മാത്രം ഇറക്കുവാണ് ജിത്തുവിനെ. പാലാച്ചിനുണ്ടായിരുന്നു. ഇപ്പൊ നൂലിയായിട്ട് പാലാച്ചി കാർ ഡെലിവറി. അങ്ങനെ മെയിൻ ഈവന്റിന് മാത്രം നമ്മള് പ്രത്യേക സമയമില്ലവന് എന്നാലും നമ്മൾ പിടിച്ചിറക്കുന്നതാണ് ജിത്തുവിനെ. അപ്പൊ ജിത്തു ആയിരിക്കുന്നത് വീഡിയോഗ്രാഫർ. അപ്പൊ വീഡിയോയിൽ എന്ത് പാളിച്ചു വന്നാലും ജിത്തു പോവാം. പിന്നെ ഒരു കാര്യം ഗൈസ്, ഏത് വണ്ടിയാണ് സത്യം പറഞ്ഞ ഇവനും പോലും അറിയത്തില്ല കേട്ടോ. ഇന്നലെ വരുന്ന വഴിക്കാണ് ജിത്തുവിനെ പൊക്കിക്കൊണ്ട് വന്നത്. അപ്പം ജിത്തുവിനോട് ഞാൻ ചോദിച്ചാ ഏത് വണ്ടി നമ്മൾ നാളെ എടുക്കുന്നത് എനിക്ക് അറിയോ? ജിത്തുവിനോട് അറിയത്തില്ല, അതാണ് സർപ്രൈസ്. അപ്പം ഗസ് ചെയ്തായിരുന്നു. ഗസ് ചെയ്ത് കറക്റ്റ് ആണോ നമുക്ക് ഇനി പോകുമ്പോ അറിയാം. ഇനി ഗസ് ചെയ്ത് കറക്റ്റ് ആയിരിക്കോടാ? കറക്റ്റാണോ? അയ്യോ, അപ്പൊ ജിത്തു ഒരു കാർ ഗസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗസ് ചെയ്ത കാർ കറക്റ്റ് ആണോ അല്ലെന്ന് നമുക്ക് അറിയാം കേട്ടോ. നിങ്ങളെ ഗസ് ചെയ്യാൻ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ഇന്നോവ ഹൈക്രോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നോവ ക്രിസ്റ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വണ്ടിയും പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൂടുതൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇന്നോവ ക്രിസ്റ്റയും പിന്നെ ഫോർച്യൂണറും ആണ് തോനെ കമന്റ് ചെയ്യാൻ കണ്ടത്. ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് പോവാം കേട്ടോ. അങ്ങാർക്ക് വിശക്കുന്നില്ലേ? പക്ഷെ എന്റെ ദൈവമേ, അതല്ലേ അങ്ങനെ സ്പെഷ്യൽ ഇവന്റിന് ആർക്കും വിശക്കത്തില്ല. ഏട്ടന്റെ സന്തോഷം കണ്ടപ്പോഴേ നാളെ വരെ സന്തോഷം തിന്നെ ഒന്നും തിന്നണ്ട അല്ലേ? സന്തോഷം തിന്നാ നമുക്ക്. സന്തോഷം തന്നെ. ചില ഇതാണ് പണ്ട് തൊട്ടും അങ്ങനെയാണേ. എനിക്ക് അച്ഛനൊക്കെ ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിച്ചെന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ സന്തോഷം കൊണ്ട് ആഹാരം കഴിച്ചിട്ടില്ല. ചില നേരം നമുക്ക് സന്തോഷം കൊണ്ട് ആഹാരം കഴിക്കാതിരിക്കും. എനിക്ക് രാവിലെ ഒന്നും വിശന്നതേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ ഇരുത്തുവോ? എനിക്ക് ഉണ്ടാക്കി താടി രാവിലെ എന്താ വേണം, പുറത്തുനിന്ന് കഴിക്കും, ഒന്നും വേണ്ട. എനിക്ക് രാവിലെ എങ്ങനെ ഇറങ്ങിയാൽ മതി. അത് ചിലത് അങ്ങനെയാണ്. നമ്മൾ അത്ര ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ നമുക്ക് വിശക്കത്തൊന്നും ഇല്ല. ഊണ് ഉറക്കമൊന്നും കാണത്തില്ല. അതാ പണ്ട് അമ്മയും പറയാം. അതാ ഇന്നലെ രാത്രി പറയാന്നേ. അത് കഴിഞ്ഞ് 3-4 മണി വരെ ഞാൻ അവളോട് ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നാളത്തെ ഇങ്ങനെ. അപ്പം നിങ്ങളെ സ്വപ്നത്തിന്റെ പുറകെ പോകും സുഹൃത്തുക്കളെ. നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടും ഉറപ്പായിട്ടും.
എല്ലാവർക്കും ആ ഒരു ദിവസം ഉണ്ടാവും. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി പോവാ. എനിക്ക് വിശപ്പില്ലേലും പാവം പിള്ളേരിരുന്ന് എന്നെ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ കഴിക്കണം. ഇവിടെ വേറെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അവന് ചിലപ്പോ വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കണ്ണും മൂക്കും കണ്ണിടാതെ ഇതൊക്കെ വലിക്കുന്ന സമയത്ത് കീറ്റലാണെന്നുണ്ടെങ്കിൽ തീർന്നു. അതുകൊണ്ട് ഇപ്പോഴേ വല്ലതും തിന്നും കൊടുത്തും ഉറക്കാം. എന്താ പറയുന്നു, പണി നടക്കുവോ കൊല്ലത്ത്? നമ്മൾ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്കാ. രാവിലെയും വൈകിട്ടൊന്നും അടുക്കാൻ പറ്റത്തില്ല. ഇത്ര നേരമായി. മാറണം, ഇതെല്ലാം മാറണം. ഇവിടെ 4 വരി പാത വരണം. അറഞ്ചം പുറഞ്ഞം മേലിക്കൂടം താഴെക്കൂടം വണ്ടി പോണം. ഇല്ലേ മുതലേ എയർപോർട്ടിലൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് എത്തണം. അതായത് 10 മിനിറ്റ് കൊണ്ട് എത്താനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. പക്ഷെ ബ്ലോക്ക് ആയിട്ടാണ്, ട്രാഫിക് ആയണ്ട. അതാ കണ്ട, അതാണ് നമ്മുടെ മലയാളി. ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ കുത്തി കയറ്റും. നമ്മളാ ഗ്യാപ്പ് കൊടുത്താ തീർന്നു. പിന്നെ അതുകൊണ്ട് അടുത്തവൻ കണ്ടു. ഇതെങ്ങനെ അവിടെ കോർണറാ. അപ്പൊ ഇവ ഇങ്ങനെ വളയ്ക്കുമ്പോ ബാക്കിയുള്ള വണ്ടി കണ്ട ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷെ അവന് സാധാരണ കുളിച്ചിട്ട് വന്നാലേ ഇച്ചിരി ഉറങ്ങാനും നിർബന്ധമൊക്കെ ഉണ്ട്. ഇന്ന് അവനും ഓക്കെയാണ്, അവനറിയാൻ കാർ എടുക്കാൻ പോവാണ്. അത് രാവിലെ കഴിക്കാൻ കയറിയേട്ടോ. മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മള് ഡോക്ടറിന്റെ അടുത്ത് പോയായിരുന്നു, ഹോസ്പിറ്റലിൽ. അപ്പം ഡോക്ടർ ഇങ്ങനെ എന്തോ കുറിച്ച് എന്തോ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെ ഡോക്ടറിനെ മുന്നിൽ നോക്കിയിട്ട് എന്തോ എല്ലാ വലിയ ആൾക്കാർ നോക്കിയിരുന്ന് മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കി അല്ലേ? ഇത് മൂക്ക കുത്തിയ ഇപ്പം യവൻ ചോറ് ഇളക്കും, മൃദുല തിന്നും. അമ്പോ ഇളക്കുന്ന മസാല ദോശ വന്നേ. തൊട്ടിയിൽ സാമ്പാർ. എന്താ തുടങ്ങിയേട്ടാ ഇവിടെ? ഇത് ഈ സാധനം കാരണം ഉറക്കമില്ല ഇപ്പൊ മനുഷ്യന്. രാത്രി എന്തോ ആക്കാന്ന് അറിയോ? സാമ്പാർ കറക്റ്റ് ഫുഡ് വരുമ്പോ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ആര് പഠിപ്പിച്ചു കൊടുക്കുന്ന അറിയില്ല. മസാല ദോശ വിഴുങ്ങി ഗൈസ്, സീരിയസ്ലി. അമ്പൂട്ടന്റെ നിർബന്ധം കാരണം വിഴുങ്ങി. എന്റെ ചൂടിലെ ഇത് നെയ്ച്ചമ്പന്തിയൊക്കെ ഇവിടെ തൊണ്ടയിരിക്കും. ചെറിയ തിന്നാൻ സമ്മതിക്കുന്നതിന് സമാധാനം ഉണ്ട്. യവനെ ഞാൻ നോക്കിക്കേ. ഇന്ന് യവന് ആണ്ട് അവ ഇപ്പം സുഖമായിട്ട് പാൽ കുടിക്കുക, ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ളവരെ വിഴുങ്ങിക്കോണം. അതൊക്കെ എന്ത് സിസ്റ്റം കൂട്ടാ. ദിസ് ഈസ് എ റാങ്ക്. ബ്ലോക്കാണ് ഗൈസ്. നമുക്ക് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ഓടാവുള്ളൂ. അതിന് എത്ര നേരമായിട്ട് ബ്ലോക്ക് കിടക്കുമെന്ന് അറിയാം. When I play, big chick, fat steak. If I was broke, I'd still be great, but I'm not. So they hate me, the galaxy's the way. I got so much cake, second thirst don't fill my plate. I leave you in my അവിടെ മറച്ചിട്ടുണ്ട്. നിങ്ങളാരും കണ്ടില്ലല്ലേ? ആരും കണ്ടില്ല. നമ്മളിത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇനി കുറച്ച് സൈനിങ് കാര്യങ്ങൾ, നമ്മുടെ TP, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ കുറച്ച് പേപ്പർ വർക്കുകളും സൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. പിന്നെ സൈൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്യുക. കാരണം മൃദുല ടൈമൊക്കെ നോക്കിയിട്ടുണ്ട്, ഈ സമയമൊക്കെ നോക്കിയിട്ടുണ്ട്. ഭയങ്കര വിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കറക്റ്റ് സൈൻ ചെയ്ത് വണ്ടി നമുക്ക് നമ്മുടെ പേരിലോട്ടങ്ങ് ആക്കാം. അത് കഴിഞ്ഞ് തുണി പൊക്കൽ മീൻസ് ഇത് അതിനെന്ത് പറയുന്നേ, ലോഞ്ചിങ്. നമ്മളെ കാർ ഡെലിവറി നമുക്ക് അത് കഴിഞ്ഞെടുക്കാം കേട്ടോ. അമ്പൂട്ടനും വെയിറ്റിംഗ്. നമ്മളിട്ട് പുള്ളിക്കും ഉറങ്ങി 2 മിനിറ്റ് ആരേ ഉള്ളായിരുന്നു അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി
ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും നിമിഷങ്ങൾ മാത്രം. അതെ, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ. എന്തോ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് ഫീല്. ആഗ്രഹിച്ചൊരു സാധനം വാങ്ങുന്നത് കൊണ്ടുള്ളൊരു സന്തോഷം. അതും എനിക്ക് ഭയങ്കര ഒരു വണ്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു ഈ വണ്ടി. അപ്പം ഇതൊന്നും ഒരിക്കലും അച്ചീവ് ചെയ്യുമെന്ന് ഒന്നും പ്രതീക്ഷയല്ല കേട്ടോ. ഇതൊക്കെ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വളർന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ എല്ലാം. അപ്പം അത്രയും ആഗ്രഹിച്ചൊരു വണ്ടിയായത്. അപ്പം അത് സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. നമുക്ക് നേരെ അൺവീൽ ചെയ്യാം. സ്വന്തം കാർ ഡെലിവറിക്ക് ക്യാമറമാൻ ഞാൻ തന്നെ. നിങ്ങൾ വിചാരിക്കും ക്യാമറമാനെ വിളിച്ചുകൂടെ? നമ്മൾ കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസം മുമ്പേ ബുക്ക് ചെയ്യണമായിരുന്നു. കുറേ കല്യാണമുണ്ട്. നമ്മൾ തന്നെ ക്യാമറമാൻ. ക്യാമറമാൻ പ്രോ ജിത്തു. തുടങ്ങുമല്ലേ? അങ്ങനെ നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയൊരു അംഗവും കൂടി സുഹൃത്തുക്കളെ. ഏട്ടടക്കി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. മൃദുല കണ്ടിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വണ്ടി യാർഡിൽ വന്നപ്പം ഞാൻ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുവരോട്ടുള്ള എല്ലാ സ്നേഹവും പ്രാർത്ഥനയും ഇനിയും കൂടെ വേണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലോട്ട് ഒരു അംഗം കൂടി വരാൻ വേണ്ടി പോവാണ്. മൃദുലെ ഫീൽ ചെയ്യാം. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead of all your blessings guys, നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. Grab it on and let you go. Make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. Okay, അപ്പോൾ ഗൈസ് വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാട്ടോ. ഞാൻ അത് കേട്ടോ. ഇല്ല ബാ വാടി. വെൽക്കം ടു ന്യൂ കാർ. അമ്പു കയറട്ടെ. അമ്പു ചാടി കയറാ. അമ്പു ചാടി കയറാ. അമ്പു അമ്മാണ് ആദ്യം കേടിയത്. അമ്മാണ് ആദ്യം കേടിയത്. കയറട്ടെ. വണ്ടി എങ്ങ് ഏട്ടാ. ഓക്കേ എടാ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് താത്തിട്ടേ. അയ്യോ അയ്യോ ദൈവമേ. ഡ്രീം ഡ്രീം ഡ്രീം. എന്തൊക്കെയാ പറയണേട്ടാ? ഓക്കെ ഗൈസ്, ഓൾ സെറ്റ്. വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്.
വണ്ടി നോക്ക് 7 കിലോമീറ്റർ. മുതിരി പൊങ്ങട്ടങ്ങോട്ട് അമ്മേ. അയ്യോ വണ്ടി കയറാം, പോവാം. നമ്മൾ വണ്ടി വന്നപ്പോ വന്നു, വേറെ ആരും ഇല്ല ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പം വണ്ടി നമ്മളിവിടെ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പുതിയ വണ്ടിയിലോട്ട് വീട്ടിലോട്ട് പോവാം. അപ്പം പ്രശ്നം ബ്രോ വൈകിട്ട് വണ്ടി കൊണ്ട് തരും. അപ്പം ബൈ. ഓക്കെ ബൈ. ഓക്കെ ബ്രോ. ടാറ്റ പറ അങ്കിൾ, ടാറ്റ പറ. ടാറ്റ പറയടാ. വീട്ടിൽ ചേച്ചിയുണ്ട് ഗൈസ്. മൃദുല ബാക്കിൽ ഇരിപ്പുണ്ട്. ദൈവമേ ചേട്ടാ ബൈ. സ്വപ്നമാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ. നമ്മൾ എക്കോ മോഡിലാണ് ഇട്ടിരിക്കണ. ഫ്യൂവൽ കുറവാണ്, നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം കേട്ടോ. ഫുൾ ടാങ്ക് 80 ലിറ്റർ ആണ് ഗൈസ് ഇതിന്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വ്യത്യാസമല്ലേ ഉള്ളൂ. അവന്റെ അടുത്ത് ചോദിച്ചിടാ എങ്ങനെയുണ്ട്, ഹൈറ്റ് അല്ലേ വണ്ടിക്ക്? നമുക്ക് റോഡ് ഫുൾ വിസിബിള്, നമുക്ക് എല്ലാം കാണാം അടിപൊളിയായിട്ട്. കാരണം അത്രയും ഹൈറ്റ് ആണ് വണ്ടിക്ക്. രസമാണ് ഓടിക്കാൻ തന്നെ, ഭയങ്കര രസം. കുറച്ചുകൂടെ കാഴ്ചയാണ്. ഇവിടെ അത് മാത്രമല്ല ഫീച്ചർ വൈസ് അല്ല ഞാൻ ഈ വണ്ടി എടുത്തത്, ഇതിന്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഇതെല്ലാം അവിടെ. ഞാൻ വണ്ടി ഭയങ്കരമായിട്ടും പറപ്പിച്ചും പൊളിപ്പിച്ചൊന്നും ഇപ്പോഴും ഓടിക്കണില്ല. പണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുക്കുമ്പം വണ്ടി നമ്മളോടൊന്ന് ഇണങ്ങണം, പെതുക്കെ. ആദ്യമൊക്കെ വണ്ടി എടുക്കുമ്പോഴേ ചവിട്ടിപ്പറിച്ച് ഓടിക്കരുത്, പെതുക്കെ. അപ്പോൾ അതുകൊണ്ട് 60-80 ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്രൈവിംഗ് സ്പീഡ്. മുറോ എങ്ങനെയുണ്ട് നിങ്ങളെ? ഇനി നമ്മുടെ യാത്രയിലെ നമ്മുടെ പുതിയ അംഗം ഫ്രണ്ട്. എന്ത് രസമല്ലേ ഓടിക്കാനായിട്ട്, ഇരിക്കാൻ എന്തോ ഇതാണ്, എന്തോ വിസിബിൾ ആണ്. അവന്റെ ഗസ് എല്ലാം പാളിപ്പോയില്ലേട്ടാ ഗൈസ്. അവൻ ഗസ് ചെയ്ത കറക്റ്റ് ആട്ടാ. ഇന്നലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അടുത്തടാ ഏതാ വണ്ടി ചോദിച്ചു. ഫോർച്യൂണർ ആയിരിക്കും. അത് ഞാൻ ചോദിച്ചു സൂപ്പർ വെയിറ്റ് ആണോ പേൾ വെയിറ്റ് ആണോ? വീഡിയോക്കകത്ത് ഹിന്റ് ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഞാൻ ആൾറെഡി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഫോർച്യൂണർ എന്നുള്ള കാര്യം. പിന്നെ ഗൈസ് ഇതിന്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, നമ്മളെ പണ്ടത്തെ സ്മൂത്ത് അല്ല. കാരണം ഇത്ര ഹെവി വണ്ടിയാണ് തന്നെ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഹാർഡായിട്ട് ഓടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫീല്. അപ്പൊ ഞാൻ ഓടിക്കണ്ട, നീ ഓടിക്കണം. അങ്ങനെ ഹാർഡൊന്നല്ല പറഞ്ഞു. നമ്മളെ കമ്പാരിറ്റീവ്ലി പെട്രോൾ വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡാണെന്ന് പറഞ്ഞു. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് കയറിയതാ അല്ലേ വണ്ടിക്കകത്ത്? നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താ ഈ വണ്ടിയിലല്ല, സാധാ മോഡൽ വണ്ടി. അത് അല്ലല്ലേ, ഈ സെയിം വണ്ടിയുടെ വിശേഷങ്ങൾ, വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. നമ്മളെ വണ്ടി ഏത് വേരിയന്റ് ആണ്, ഏത് എത്ര രൂപയായി നമ്മുടെ വണ്ടിക്ക്, അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. ഡീറ്റെയിൽഡ് വണ്ടിയുടെ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ച്. അപ്പം അത് അടുത്ത വീഡിയോയിൽ. അപ്പം അതിനകത്ത് നമ്മളെ കൂടെ നമ്മുടെ ടൊയോട്ടയിലെ നമ്മുടെ ചേട്ടന്മാരും ഉണ്ടായിരുന്നു ആ വീഡിയോക്കകത്ത്. അപ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വണ്ടിയെ പറ്റിയൊക്കെ പറയും. കുറേ ചേഞ്ചസ് ഉണ്ട് പഴയ ഫോർച്യൂണറിൽ നിന്ന്. ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ട് 2021 തോന്നുന്നു. 2021 22 ലാസ്റ്റ് ഫോർച്യൂണർ ഫേസ് ലിഫ്റ്റ് വന്നത്. എവിടെ പോയാലും വാവളന്ന് നോക്കിക്കൊണ്ടിരിക്കും ഫോർച്യൂണർ വരുമ്പം. അടുത്ത് പോയി നിന്ന് ഇങ്ങനെയൊക്കെ തടവിയൊക്കെ നോക്കും. കാരണം അത്രയ്ക്ക് എനിക്ക് വണ്ടി ഇഷ്ടമാണ്. എന്നെ ആഗ്രഹിച്ചാണെന്നറിയാം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക്, ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഫോർച്യൂണർ എന്ന് പറയുന്നത്. എനിക്കറിയാം ഒരുപാട് ചെറുപ്പക്കാർ ഈ വണ്ടി വാങ്ങണമെന്ന്. ചെറുപ്പക്കാർ മാത്രമല്ല, വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഫോർച്യൂണറിൻ്റെ എന്നുള്ളൊരു സ്ഥാനം എല്ലാവർക്കും മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഏതോ ഒരു പാട്ടുണ്ടല്ലോടി, ഒരു ലൈൻ ഉണ്ടല്ലോ നമ്മളെ ഞാനടിച്ച താങ്കമാട്ടയില് കനവ് നടക്കണമെന്നാ കണ്ണ് മൂടി. കനവ് നമ്മളെ സ്വപ്നം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് മൂടി കിടന്ന് ഉറങ്ങരുത്. അതിനുവേണ്ടി പ്രയത്നിക്കുക സുഹൃത്തുക്കളെ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് കേക്ക് ദൈവം നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള വഴി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് എത്തിപ്പെടുക, നിങ്ങളെ കപ്പ് കേക്ക് എടുക്കുക. അപ്പം ഇതെൻ്റെ ലൈഫിലെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കപ്പ് കേക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ആ വഴിയിലൂടെ പോയി എൻ്റെ കപ്പ് കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ദൂരത്തുള്ള, ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫ്യൂച്ചർ ഡ്രൈവിലും എവനായിരിക്കും നമ്മളെ കൂടെ.
അപ്പം നമ്മുടെ വണ്ടിക്ക് ഒരു പേര് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളൊരു പേര്, നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്, നല്ലൊരു പേര്. ഓക്കെ, നമ്മളെ വണ്ടിക്ക് പറ്റിയ. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇന്ന് എനിക്ക് വിശപ്പൊന്നും ഇല്ല. ഇനി ദോശയൊക്കെ ഇപ്പം ഒന്നും വേണ്ടല്ലോ, അങ്ങനെ ഓർഡർ ചെയ്യാം വീട്ടിൽ ചെന്നിട്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടും പോകുന്നില്ല, നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം, പൂജിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം എണ്ണ അടിക്കണം ഇല്ലേ? അയ്യോ മൈലേജ് മൃദുലേ അല്ലാടി 24 കിട്ടും. 15 ഉണ്ടായിരുന്നല്ലോ. അത്രയും വെയിറ്റ് ഉള്ള വണ്ടിക്ക് പിന്നെ അത്രയും ഇതല്ലേ കാണത്തുള്ളൂ. എല്ലാ ട്രിപ്പ് അടിച്ചു വരുമ്പോ പെട്രോൾ അടിക്കാൻ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു നോക്കാം. എത്രയാണ്, എത്ര രൂപയാവും നോക്കാം. ആരുടെ ഫോണ്? ഉടയന്റെ ഫോൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ അവന്റെ ഫോൺ കണക്ട് ചെയ്തത് കോളറാ കണ്ട, അവനാണ് കണക്ട് ചെയ്തത്. ജിത്താണ് ഫസ്റ്റ്. എടാ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അവനാ കേട്ടത്. കിട്ടില്ലല്ലേ? JBL സബ് വൂഫർ ഉണ്ട്, ബാക്കിലുണ്ട്. സ്പീക്കേഴ്സും എല്ലാം JBL തന്നെയാണ്, സെറ്റും JBL തന്നെയാണ്. ഇതൊക്കെ ഇൻബിൽട്ട് വരുന്നതാണ്. ഫോർച്യൂണറിൻ്റെ ഒക്കെ ഒരു ബിൽഡ് ക്വാളിറ്റി. ഇതിന്റെ ബോണറ്റ് ഞാൻ ഒന്ന് പൊക്കിയായിരുന്നു. എന്നെ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും വെയിറ്റ് ആണ്. 2 കൈ കൊണ്ടാണ് പൊക്കിയത്. ആ ഒരു ബോണറ്റ് പൊക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു ബിൽഡ് നമുക്ക് മനസ്സിലാവും. പിന്നെ ഡ്യൂറബിലിറ്റി ആൻഡ് റിലയബിലിറ്റി പറയണ്ടല്ലോ ടൊയോട്ടയുടെ. ഇത് D40 എഞ്ചിനാണ്, 2.8 ലിറ്റർ ആണ്. ഫുൾ ടാങ്ക് ഫ്യൂൽ അടിക്കുന്നതിന് എത്ര രൂപയാവുമായിരിക്കും? 10 രൂപയാവോ? 10 രൂപ ആവത്തില്ലായിരിക്കും. ഞാൻ പറയണ നീ എത്ര രൂപ പറയുന്ന? ഒട്ടുമില്ല. നീ എത്ര പറയുന്ന? എത്ര രൂപ ആവുമായിരിക്കും? 10 കൂടുതലാവോ? ഞാൻ പറയുന്നത് 8000 രൂപ ഫുൾ ടാങ്ക്. കേട്ടോ, നോക്കാം നമുക്ക് ആരെ കറക്റ്റ് എന്നേ. അമ്മ അറിയന്നെ, എനിക്ക് ആദ്യമായിട്ട് കടം തന്ന അമ്മയാണ് പയറ്. ഞാൻ പുതിയ നാട്ടുകാരെ ഇവിടെ വന്നിട്ട് പുതിയ വണ്ടി വാങ്ങിച്ച് കൊള്ളാമോ? എനിക്ക് നാട്ടിൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എനിക്കൊരു 50 രൂപ കടം തരണ ഈ അമ്മയാണ് കേട്ടാ. തുടക്കം വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് വന്നിട്ട് ഇവിടെ ഉള്ള ഇല്ല, ഇനി പൊക്കോളാൻ പറഞ്ഞ്. പുതിയ വണ്ടിയാണ്, ഇപ്പൊ എടുത്ത് വരുന്നതേ ഉള്ളൂ. അമ്പലത്തിൽ പോണം. എനിക്ക് ഈ അമ്മ കേട്ടോ ഇവിടെ ആദ്യമായിട്ട്. നമ്മുടെ സ്ഥലത്തൊക്കെ നമുക്ക് കടം കിട്ടും. അപ്പം പുതിയൊരു, എൻ്റെ അന്ന് ചില്ലറ ഇല്ലായിരുന്നു. ഞാൻ ക്യാഷ് അങ്ങനെ കൈ കൊണ്ട് കിടക്കത്തില്ല, GPay ആണ് എല്ലായിടത്തും യൂസ് ചെയ്യണം. അപ്പം ഈ അമ്മ ഈ പയർ വാങ്ങിച്ചിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു, നീ ഇവിടെ ഉള്ളതല്ലേ, നീ പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. പിന്നെ കൊണ്ട് കൊടുത്തപ്പോൾ ഓർമ്മയില്ല. പിന്നെ കൊണ്ട് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ല. ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഇവിടെ നാട്ടിൽ വന്നിട്ട് എനിക്ക് നമ്മൾ ഈ ഒരു നാട്ടുകാരനായപ്പം ആദ്യമായിട്ട് ഒരാൾ കടം തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഞാൻ അന്ന് മൃദുലയുടെ ഒന്നും പറഞ്ഞു തോന്നില്ലേ. അപ്പം അമ്മയെ കാണിച്ചു കേട്ടോ. ഡീസൽ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം എത്ര രൂപയാവും നോക്കാം. ഏത് 80 ലിറ്ററാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഉറങ്ങി ഗൈസ്, നല്ല ഉറക്കമായിട്ട് വണ്ടി കയറിയപ്പോഴും ഉറങ്ങി. നമ്മളെ മറ്റേ ബെലിനയിൽ ബാക്കിൽ AC വെന്റ് ഇല്ലായിരുന്നു, ഇപ്പൊ നല്ല സുഖമുണ്ടല്ലേ. ഇവിടെ തന്നെ വെന്റുള്ളതുകൊണ്ട് ഇപ്പോഴേ ഉറങ്ങി. എടാ എത്രയായിരുന്നു ഫുൾ ടാങ്ക് പറഞ്ഞ? നീ എത്ര പറഞ്ഞ? ഞാൻ പെട്രോൾ എന്നാട്ടാ പറഞ്ഞത്. ഡീസൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പെട്രോൾ എന്ന് വായു വരത്തുള്ളൂ. ഞാൻ 8 രൂപ. ഡീസലാ. മൃദുല എത്ര പറഞ്ഞ? 10. അത്രയൊന്നും ആവത്തില്ല, 7000 രൂപ ആവത്തുള്ളൂ. കാരണം ആൾറെഡി ഇതിനകത്ത് കുറച്ച് എണ്ണ കിടപ്പുണ്ടായിരുന്നു. ഒരു 10 ലിറ്റർ എന്തോ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു 1000 രൂപയുടെ ഡീസൽ എന്തോ ഉണ്ടായിരുന്നോ? കൊള്ളും. ഡീസൽ തീരെ ലോ അല്ലായിരുന്നു തോന്നുന്നു. എന്റെ ഗസ് അടുത്ത് വന്നു കേട്ടോ. ഞാൻ 8 രൂപ പറഞ്ഞത്, അപ്പൊ 7 രൂപ. ഓക്കെ. അപ്പൊ നമ്മളെ തിരിച്ചത് വീട്ടിലോട്ട് എത്തി. ഉറങ്ങുന്ന കാരണത്തായിരിക്കും. നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് അറിഞ്ഞൂടെ. ജെറ്റ് പോയി ഓപ്പൺ ചെയ്യടാ വണ്ടി. നമ്മൾ അകത്തോട്ട് കേട്ടപ്പോ ഐശ്വര്യമായിട്ട്. വീട്ടിന് മുറ്റത്ത് വണ്ടി കിടക്കുന്ന എന്തോ സന്തോഷം.
എന്തുവായി മുറ്റത്ത് കിടക്കുന്നേ? കുട്ടിയാനെ കിട്ടിയിട്ട് വണ്ടി നിറഞ്ഞ് വീട് നിറഞ്ഞു കേട്ടോ. നോക്ക്, കാർ ഫോർച്ചാണ്, കാറുണ്ട്, ഇത്രേ ഉള്ളൂ. നമ്മളിവിടെ മനയും കേട്ടോ, നമുക്കിവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഫൈനലി നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി ഇതേ ഇവിടെ ഒതുക്കി. നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതേ വണ്ടിയുടെ വേണ്ടിയുണ്ട്. നമുക്ക് സ്പേസ് ഫ്രണ്ടിൽ കുറച്ചും കൂടി ഉണ്ട് സ്പേസ്. എന്നാലും നമ്മളിവിടെ ഒരു സ്റ്റോപ്പർ വെക്കണം. കാരണം ഇൻ കേസ് ഇത് 360 ക്യാമറ ഇതിനകത്ത് വെച്ചിട്ടില്ല കേട്ടോ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്തോ വന്നത് അവിടെ ഇരുന്നപ്പോ വിളിച്ചത്? ഞാൻ വണ്ടി വാങ്ങുന്നതിന് മുമ്പേ ഞാൻ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. വണ്ടിയുടെ ടയർ കഴുകുന്നതിന് പ്രത്യേക ലിക്വിഡ്, വണ്ടിയുടെ ബോഡി കഴുകുന്നതിന് പ്രത്യേക ലിക്വിഡ്, ഇൻറ്റീരിയർ കഴുകുന്നതിന് പ്രത്യേക ലിക്വിഡ്. എന്റെ കുഞ്ഞേ, ആരാ പറഞ്ഞു എന്റെ കുഞ്ഞിന് ഭാഗ്യമില്ലാത്ത കുഞ്ഞെന്നല്ലേ? വന്നതിന് ശേഷമാണ് നമുക്ക് 1 മാസം കൊണ്ട് വീടായോ, 5-ാം മാസത്തില് കാറായി. സത്യമാ അമ്പൂട്ടൻ വന്ന് ഒരു ഭയങ്കര ഒരു ലക്കി ചാം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു സാധനങ്ങൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ആളാണ് അമ്പൂട്ടൻ. സന്തോഷം മാത്രമേ വന്നിട്ടുള്ളൂ. ഭയങ്കര എന്തൊക്കെ ഡൗൺ സൈഡ് വിഷമം ഉണ്ടായാൽ പോലും അമ്പൂട്ടൻ്റെ കൂടെ ഒരു 2 മിനിറ്റ് ചെലവഴിച്ചാൽ മതി, നമ്മളെ മൂടേ മാറും. അതിലെ വിഷമിച്ചിരിക്കുന്നത് അച്ഛനറിയായിരുന്നല്ലോ വണ്ടി ഏതാന്ന്. പക്ഷെ ആരോടും അച്ഛനത് പറയാൻ പറ്റിയില്ല. ഇത് എടുത്തിട്ടല്ലേ നമ്മൾ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇതില് നിന്റെ സന്തോഷം കാണുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നേന്. അച്ഛനുണ്ടായിരുന്ന ഭയങ്കര സന്തോഷമാണ്. കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമായി വണ്ടി. അച്ഛനെ കയറാനോ ഓട്ടിക്കാനോ പറ്റിയില്ല. കാർ ഡെലിവറിക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും വരും, തിരിച്ചു വരുമ്പോൾ അച്ഛൻ മറ്റേ കാറിഞ്ഞ് കൊണ്ടുവരും. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും സന്തോഷമുണ്ട് മാക്സിമം. പക്ഷെ അച്ഛൻ മിസ് ചെയ്യുന്നത് കൊണ്ട് വാങ്ങുന്നതിനകത്ത് പോലും കീ കൊടുക്കുന്നതിനകത്ത് അച്ഛൻ ബാക്കിൽ നിൽപ്പുണ്ട്. കാരണം നമ്മളെ എല്ലാ ഉയർച്ചയിലും നമ്മളിങ്ങനെ ഒരു പ്രസൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ ഈ വണ്ടി വാങ്ങുമ്പോൾ തന്നെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ ഭയങ്കര ഹാപ്പിയാവും. കാരണം ഇപ്പോൾ കൊച്ചു കാറ് വാങ്ങി, അപ്പോൾ മക്കളുടെ ഓരോ അച്ചീവ്മെൻറ്റ് ഉറപ്പായിട്ട് അവരിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും. അച്ഛനൊക്കെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. അപ്പം ഇത് വാങ്ങിച്ചെന്ന് പറയുമ്പോൾ എത്രയായാലും ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ അവളെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇത് കാണുന്നുണ്ടായിരിക്കും, നമ്മളെ കൂടെ ഉണ്ടെന്നാണ് നമ്മളെ വിശ്വാസം. അപ്പം അച്ഛാ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, സന്തോഷമായിട്ട്. അച്ഛൻ പറഞ്ഞാൽ അച്ഛന് വൈറ്റ്, എനിക്ക് വൈറ്റ് അച്ഛന് വൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം വൈറ്റ് കാർ എടുക്കും, വൈറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ട വൈറ്റ് കളറാണ്. അപ്പം അച്ഛൻ്റെ പ്രസൻസ് നമ്മളെ കൂടെ, എല്ലാ അനുഗ്രഹങ്ങളും അച്ഛൻ്റെ നമ്മളെ വേണം, എനിക്കും മൃദുലയ്ക്കും കുഞ്ഞിനും. അപ്പം സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുകയാണ്. അപ്പം അച്ഛൻ അന്ന് പറഞ്ഞ പോലെ പ്രോമിസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ മേളിലാണ് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. അപ്പം അത് അച്ഛൻ അവസാനമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണ്. പക്ഷെ അന്ന് അച്ഛൻ ആ വാക്കുകൾ പറഞ്ഞപ്പം ഒരു മരുമകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. മീൻസ് എനിക്കൊരു ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം ഒരു അച്ഛൻ്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് കേൾക്കുക എന്ന് പറയുന്നത് അത്രയും ഉള്ളിൽ നിറഞ്ഞ് പറഞ്ഞാൽ. അച്ഛൻ ഇങ്ങനെ കരയുന്നില്ല, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കും. ആൻഡ് അങ്ങനെയാണ് സമയം, ഓരോരുത്തരുടെ സമയം എടുക്കുമ്പോൾ നമ്മളെ വിട്ട് ആരായാലും നമ്മളൊക്കെ ഒരു സമയത്ത് ഇവിടുന്ന് പോകാനുള്ളതാണ്. പക്ഷെ അച്ഛനൊരിക്കലും ഈ പെട്ടെന്ന് അങ്ങനെ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷയല്ല. വിഷമിക്കരുത്, അച്ഛൻ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതും നമ്മളെ ഓരോ ലൈഫിൽ ഓരോ അച്ചീവ്മെൻറ്റ് നേടുന്നതാണ് അച്ഛൻ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ലവ് യു ആൻഡ് ബൈ. എല്ലാവർക്കും ഉമ്മോട് ലവ് യു ഗൈസ് ആൻഡ് ബൈ. അമ്പൂട്ടാ എല്ലാവർക്കും ഉമ്മോടുത്തേ. അമ്പൂട്ട് ഇങ്ങോട്ട് നോക്ക്, അമ്മട്ടി കരയുന്നു എന്തിനാന്ന് പറയാം. ഹാപ്പി നോക്കി വല്ലായിരിക്കും നോക്കി അവന്. ഇപ്പൊ ചിരിപ്പി കാണിച്ചു തരാം. എല്ലാവരും ലവ് യു പറഞ്ഞേ. ലവ് യു ബൈ ബൈ. അപ്പൊ ഗൈസ് ലവ് യു ആൻഡ് ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.